ഇറാൻ ഇസ്രായേൽ വാർ ഇത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നത്? ഹോർമസ് കടലെടുക്ക് വഴിയാണ് എണ്ണയുടെ ഏകദേശം ഒരു 30% സപ്ലൈ ഉള്ളത്. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. ചൈനക്ക് ഈ ഒരു ഓയിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാണ് ചൈന. വളരെ ചുരുക്കം സമയത്ത് ചൈനയിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രതിസന്ധി മറ്റു രാജ്യങ്ങൾക്ക് അത് ഗുണകരമാകും എങ്കിൽ കൂടിയും ലോങ് ടൈമിലേക്ക് ചൈനയിൽ അവിടുത്തെ മാനുഫാക്ചറിംഗ് ഹബ്ബ് മുടങ്ങുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇന്ത്യ ഇറാനിൽ നിന്ന് നേരിട്ട് ക്രൂഡ് വാങ്ങുന്നതിൽ കൂടിയും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിന്റെ വിലയിൽ ഉണ്ടാവുന്ന വർധനവ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്കും വലിയ തോതിലൊരു ക്ഷീണമാകും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം US ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് 30 ദിവസത്തേക്ക് ഓയിൽ വാങ്ങാനായിട്ടുള്ള ഒരു അനുമതി കൊടുത്തത്. നമുക്കറിയാം 2025 ഇതിനു മുമ്പ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഒരു സഹായം കിട്ടിയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് പാകിസ്ഥാൻ അഫ്ഗാൻ വാർ നടക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ ആർമിക്ക് ഇറാനെ സഹായിക്കാനുള്ള സാധ്യതകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം അധികം നീണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ ഇത് അവസാനിക്കുമെന്ന് തന്നെയാണ് വിശ്വസിച്ചു പോരുന്നത്.